രമേശ് കിച്ചണിലേക്ക് സ്വാഗതം. കാരികൂരി കുറുവാപ്പറലും കായൽ കൊഞ്ചും കരിമീനും നീട്ടിയരച്ച് വടിച്ചു കുറിക്കിയ മൺചട്ടിക്കറിക്ക് ശേഷം നമ്മൾ ഉണ്ടാക്കുന്നത് എരിവുള്ള മണമുള്ള ഗുണമുള്ള രുചിയുള്ള നല്ല നാടൻ താറാവ്. ഈ താറാവറി ഇന്ന് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അർച്ചന രവിക്കും ആരോമൽ രവിക്കുമാണ്. ആരാന്നല്ലേ? എന്റെ മക്കളാ. മതിയാ ഇത് കേൾക്കുമല്ലോ ചെയ്യുമോ? അതാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാണ്. ചുമ്മാ ഇന്നാളത്തെ പോലെ നിങ്ങളെ ഈ ടെക്നിക്കലി കാര്യത്തിൽ ഇടപെടുണ്ടോ കേട്ടോ. നിങ്ങൾ ചാടാൻ ജോലി ചാടി പുറത്തു പോകും ഫ്രെയിമിൽ നിന്ന്. നിങ്ങൾ കറി വെച്ചാൽ മതി, എനിക്കിട്ട് വെക്കല്ലേ വെക്കല്ലേ. 10 രൂപ അല്ല ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇതിനകത്ത് വരുന്നില്ലല്ലോ, ഇതിനകത്ത് മതിയെന്നോ? ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട് അതുകൊണ്ടാ. ലൈറ്റിന് കുഴപ്പമില്ല, നിങ്ങളുടെ കുഴപ്പമില്ല. നീ പുറത്തേക്ക് പിടിച്ചേ. ആ ലൈറ്റ് വേരിയേഷൻ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് കണ്ണാടി വെച്ചോടാ. കണ്ണാടി വെച്ചിട്ട് ഒരു കാര്യമില്ല, വിട്ട് മാത്രം കണ്ണാടി വെച്ചാൽ മതി. സബ്സ്ക്രൈബേഴ്സിന്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ഇന്ന് താറാവൂര് ഉണ്ടാകും. ഇരുകാലികളുള്ള സ്നേഹം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് താറാവൂര് ഇത് ഉണ്ടാക്കുന്നത് നിനക്ക് തിന്നാൻ. അല്ല വളിച്ച ചിരി കണ്ട നമ്മളെ വല്ല പോണാറിന് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. പാചകം എന്നത് ഒരു കലയാണ്. ആ കലയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. പാചകം ഒരു മാജിക്കാണ്. ആ മാജിക് വിജയിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? നമുക്കിനി മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇനി എടുത്തത് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി. ഇനി തക്കാളി നന്നായിട്ട് ഇളക്കാം. ഇന്നത്തെ ഈ പരിപാടിയിലെ വിശിഷ്ട വ്യക്തിയായ താറാവിനെ നമ്മൾ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇളക്കണം. ഇപ്പൊ ഇട്ട് ഈ താറാവും ഈ അരപ്പുമായിട്ട് മിങ്കിളാകുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.